ഇതൊരു കുപ്പിയൊരാട്ടാണ് ചെയ്യുന്നത്. ഞാനും എല്ലാവരും ഇത് കണ്ടവർ സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ മോൻ എൻ്റെ അടുത്ത് തന്നെ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് വികൃതിയും കൂടി ആയിട്ടുണ്ട്. അവൻ എൻ്റെ ഒരു തോളിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ചൊന്ന് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് അവൻ ചെയ്യുന്നില്ല. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഒരു ബോട്ടിൽ ഐറ്റംസും നമുക്ക് കളയേണ്ട കാര്യമില്ല. ഇതുപോലെ ഇതിപ്പോൾ ഒരു 3 ബോട്ടിൽസിൻ്റെയാണ് ഈ ഡെക്കറേഷൻ ഐറ്റം ചെയ്യുന്നത്. നമ്മുടെ ടേബിളിൽ മനോഹരമായിട്ട് വയ്ക്കുക. ഈ ഫാനിൻ്റെ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇത് താനേ ഇതിങ്ങനെ ഒരു സ്പ്രിങ് പോലെ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് അത്. ഇതുപോലെ ബോട്ടിൽസ് സ്ട്രെയിറ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നിശ്ചിത അളവിൽ നേരെ കട്ട് ചെയ്ത് ഒരു 3 ബോട്ടിൽസ് ഇതുപോലെയാണ്. അതായത് ആദ്യത്തെ ബോട്ടിൽ വലുത്, പിന്നെ കുറച്ചും കൂടി ചെറുതോ അല്ലെങ്കിൽ സെയിം ആയാലും കുഴപ്പമില്ല. അതിനുശേഷം ഏറ്റവും ചെറിയ ബോട്ടിൽ അത് ഇതുപോലെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തതിന് ശേഷം അത് തിരിച്ച് മടക്കി വെക്കുകയാണ്. ഈ കട്ട് ചെയ്ത ഈ പോർഷനുകളെല്ലാം മുകളിലോട്ട് ഇങ്ങനെ നിൽക്കണം. അതിനുവേണ്ടി കണ്ട ഒടിച്ച് മടക്കിയാണ്. ഫസ്റ്റിലത് കണ്ട ഒരു ഒടിപ്പ് ഒടിച്ചിട്ട് അത് വെച്ച് രണ്ടാമത്തേത് വീണ്ടും 2 ഫോൾഡഡ് ആണ്. അത് നല്ലതുപോലെ കണ്ട ചേർത്ത് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്ക് അത് ഒടിഞ്ഞ് കണ്ട മടക്കി മുകളിലോട്ട് വെക്കുകയാണ്. കണ്ട ഒടിച്ചത് മുകളിലോട്ട് വെച്ചതിന് ശേഷം കണ്ട നല്ല ടൈറ്റായിട്ട് മുകളിലോട്ട് വരത്തക്ക വിധത്തിൽ അത് തിരിച്ചിട്ടാണ് ഈ മടക്കുന്നത്. കണ്ട തിരിച്ചിട്ടാണ് അത് മടക്കി ഇങ്ങനെ നൂത്ത് പിടിക്കുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ മുകളിലോട്ട് ഉയർന്നു തന്നെ ഇരിക്കും. ഇത് ഏറ്റവും മുകളിൽ വയ്ക്കുന്ന ഒരു പോർഷനാണ്. ഏറ്റവും അടിയിൽ വയ്ക്കുന്ന പോർഷൻ നമുക്ക് ഇത്രയും മടക്കണ്ട, കുറച്ചൊന്ന് മടക്കുമ്പോഴത്തേക്ക് അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അതിങ്ങനെ ഇരിക്കും. അത് 3 പോർഷനുമായി കഴിഞ്ഞ് ഇത് ഏറ്റവും മുകളിൽ വയ്ക്കാനുള്ളൊരു പോർഷനാണ്. അങ്ങനെ 3 സെറ്റായിട്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ഫസ്റ്റിൽ കുറച്ച് വീതി കൂടുതലുള്ള ഭാഗം ഏറ്റവും അടിയിലും, രണ്ടാമത്തത് അതിൻ്റെ മുകളിലും, ഏറ്റവും ചെറുത് അതിൻ്റെ മുകളിലുമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ചാലും മതി. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബോട്ടിൽസ് നമുക്ക് ഇങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട പല പല ഐറ്റംസുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പം അതിങ്ങനെ സ്പ്രിങ് പോലെ ഇരിക്കുന്നുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം ഗ്ലിറ്റേർഡ് പിന്നെ ഒരു കവർ ചെയ്യാനുള്ളൊരു പേപ്പറാണത്. അപ്പം അത് ഞാനൊരു ഫ്ലവർ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ചുരുട്ടി കൂട്ടി സ്റ്റാപ്ലർ അടിച്ചതേ ഉള്ളൂ. റൗണ്ട് ചെയ്ത് അതിനെ മടക്കി ചുരുട്ടി എടുത്ത് സ്റ്റാപ്ലർ അടിച്ചപ്പോൾ ഫ്ലവർ ആയിക്കഴിഞ്ഞ് അത് ഏറ്റവും സെൻറ്ററിൽ വെക്കാനും ബാക്കി ഇതിലെല്ലാം വെക്കാൻ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് ചുരുട്ടി മടക്കി സ്റ്റാപ്ലർ അതിൽ തന്നെ സ്റ്റാപ്ലർ പിൻ ചെയ്തെടുത്തതാണ്. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്, ഒരു കണ്ടില്ലേ, ഒരു ബൊക്കെ, ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ബൊക്കെ തന്നെ നമുക്ക് ക്രിയേറ്റ് ആക്കിയെടുക്കാം മനോഹരമായിട്ടുള്ള.